നോമ്പിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം വിശ്വാസികളിൽ ഭക്തി ബലപ്പെടുത്തുക എന്നതാണ്. ദുരയും ഭോഗതൃഷ്ണയും ഇല്ലാതാക്കുകയാണ്. ക്ഷമയും സഹനവും പരിശീലിപ്പിക്കുകയാണ്. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, സഹനം വിശ്വാസത്തിൻ്റെ പാതയാണ്, നോമ്പ് സഹനത്തിൻ്റെയും. സഹനവും ക്ഷമയും സൂക്ഷ്മതയും ഭക്തിയും പരിശീലിപ്പിച്ചെടുക്കാനുള്ള അവസരമായി വിശ്വാസിക്ക് മുന്നിൽ അനുഗ്രഹം പോലെ നോമ്പ് പ്രത്യക്ഷപ്പെടുന്നു. ഉദ്ദേശശുദ്ധിയില്ലാതെയും സ്രഷ്ടാവിലേക്ക് അടുക്കാൻ അഭിലാഷമില്ലാതെയും നോമ്പനുഷ്ഠിക്കുന്നത് ഫലശൂന്യമാണ്. ആരോഗ്യം ലാക്കാക്കി ഒരാൾ നോമ്പനുഷ്ഠിക്കുന്നത് കച്ചവടം ലക്ഷ്യമാക്കി ഹജ്ജ് ചെയ്യുന്നത് പോലെയാകുന്നുള്ളൂ. ആത്മീയതയൊഴിഞ്ഞാൽ പിന്നെ ഉപവാസം വിശപ്പും ദാഹവും മാത്രമായിരിക്കും. വ്രതത്തിൻ്റെ നീക്കി ബാക്കിയായി പൈദാഹം മാത്രമായി അവശേഷിച്ച നോമ്പുകാരെത്ര എന്ന് പ്രവാചകൻ അതിശയിക്കുന്നുണ്ട്.